ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഫുൾ ചിക്കൻ ഗ്രേവി ആട്ടോ. കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രൈ ആയിട്ടുള്ള ഒരു ചിക്കനും അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വലിയ പീസ് ഇഞ്ചി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളിയോളം ചേർത്ത് കൊടുക്കുക. ഇതൊരു ഫുൾ ചിക്കനുള്ള അളവാട്ടോ കാണിക്കുന്നത്. പിന്നെ ഒരു ഹാഫ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരു തക്കാളി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഒരു 8 പച്ചമുളകോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക. പിന്നെ ഒരു സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, ക്യുമിൻ സീഡ്സ്. പിന്നെ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്താൽ മതി. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ 800 ഗ്രാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഉള്ളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ്റെ സ്കിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് വേറെ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് വലിയ എരിവില്ല. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ചേർത്തെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത ആ ഒരു ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ അങ്ങനെ വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ. നമ്മൾ ആ ഒരു അരച്ച പേസ്റ്റ് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെള്ളം ചേർക്കേണ്ടതില്ല. തക്കാളിയൊക്കെ അരഞ്ഞ് കിട്ടുമ്പം അതിൽ നിന്ന് വെള്ളം വരുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളം തന്നെ മതി കേട്ടോ. ഒരുപാട് ലൂസ് ആവരുത് ഈ ഒരു മസാല. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ ആയിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ആ ഉൾഭാഗം ഉണ്ടല്ലോ, ആ ഓപ്പൺ ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് കൊടുക്കണം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു മസാല പുരട്ടിയെടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. 2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ കുറച്ച് സമയം കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആ ഒരു മസാലിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തലേന്ന് വൈകുന്നേരം ഉണ്ടാക്കി വെക്കാം. വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ തന്നെ ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പോവുകയും ചെയ്യില്ലല്ലോ, ഫ്രീസറിൽ വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ആ ഒരു മസാലയൊക്കെ ഉള്ളിലേക്ക് കയറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനായി കിട്ടും. നല്ല സോഫ്റ്റും ആവും കേട്ടോ. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. പെട്ടെന്ന് ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ആ ഒരു കാലുണ്ടല്ലോ, ആ 2 കാലും കൂടിയിട്ട് ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടിയിടണം കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതും കൂടി ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. തലേന്ന് രാത്രി കേട്ടോ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഉച്ചക്കേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് കുക്കറിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കുക. പിന്നെ അതിൽ നമ്മൾ തേച്ച മസാലയൊക്കെ ഉണ്ടല്ലോ, അത് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങ് പുരട്ടി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കുക. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു
20 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വിസിലൊന്നും വരില്ല കേട്ടോ, വിസിൽ വരേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രഷർ വരുന്ന പോലെ ഉണ്ടാവും, പക്ഷെ അത് ആ ഒരു കുക്കറിൻ്റെ ഉള്ളിൽ പ്രഷർ കയറിയിട്ടാണ് വിസിൽ പുറത്തേക്കൊന്നും വരില്ല. വിസിൽ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വിസിൽ വേണമെങ്കിൽ ഊരി വെക്കാം. ലോ ഫ്ലെയിമിലായതുകൊണ്ട് വിസിൽ വരികയും ചെയ്യില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വലിയ കോഴിയൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തോട്ടോ. ചെറിയ കോഴിയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവും. ഇതിപ്പോൾ 800 ഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാനൊരു 20 മിനിറ്റ് വെക്കുന്നുണ്ട്. ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കംപ്ലീറ്റ് പ്രഷർ പോകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അതിന് ശേഷം ഓപ്പൺ ആക്കുക കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം റിലീസ് ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എന്നാലും ഇപ്പോൾ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ തന്നെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ അങ്ങനെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 2 തവി വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എണ്ണയിലിടുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ചൂടോടെ തന്നെ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം ആവട്ടോ ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അറിവുരായിട്ട് ചെയ്യണ്ട, ഫ്രൈ ആക്കിയിട്ട് തന്നെ ചെയ്തോട്ടോ, എന്നാലും ഉള്ളൊക്കെ നല്ല കുക്കായി കിട്ടും. കുക്കറിലിട്ടതുകൊണ്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ നല്ല ഒരു ഫ്രൈ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അപ്പോൾ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോയിലായതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് മറിച്ചിട്ട പോലെ തോന്നുന്നത്. വീഡിയോ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തില്ല എഡിറ്റ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് മറിച്ചിട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇത് ഒരു ഭാഗം റെഡി ആയിട്ട് അങ്ങനെ ഫ്രൈ ആയി കിട്ടിയെന്ന് തന്നെയാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. 2 തവി വെച്ചിട്ട് ചെയ്യാനും ഒരു സപ്പോർട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആക്കുന്ന സമയത്ത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗമൊക്കെ നല്ല ഫ്രൈ ആയിട്ട് ഇതുപോലെ ഒന്ന് കാണുമല്ലോ, നല്ല ഓവർ ഡാർക്ക് കളറാക്കി എടുക്കണ്ട. ഇങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ചൊരു ഗ്രേവിയോടാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രേവി പോലെ ആക്കി എടുക്കുന്നുണ്ട്. ആ ഒരു സെയിം എണ്ണയിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ മസാലയൊക്കെ കരിഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ആദ്യം തന്നെ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ഉണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം 1 ടീസ്പൂണോളം വെളുത്തുള്ളി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 3 പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 2 സവാള കട്ട് ചെയ്തത് നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സവാള വേവിക്കാൻ വെക്കണം. അപ്പോൾ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. സവാള ഇവിടെ ഈ ഒരു രീതിയിൽ റെഡിയായി കിട്ടണം. പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഹാഫ് തക്കാളി ചേർക്കുന്നുള്ളൂ, നമ്മളിതിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കെച്ചപ്പ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിനെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും ഒരുവിധം നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്, നേരത്തെ നമ്മൾ കുക്കറിൽ ചിക്കൻ വേവിച്ചപ്പം ചിക്കനിൽ നിന്ന് റിലീസായ വെള്ളവും ആ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ഗ്രേവി പോലെ ഉണ്ടാവുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ഇത് മൊത്തം ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കാട്ടോ, അതിൽ നിന്ന് റിലീസായ വെള്ളമാണ്. വെള്ളം ചേർക്കണ്ട കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, ആദ്യം ചേർത്തതേ ഉള്ളൂ പൊടികൾ. 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ പാകത്തിന് ചേർക്കണം കേട്ടോ, എന്നിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തിളക്കുന്ന സമയത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഈ ഒരു ഗ്രേവി അങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഗ്രേവി വെച്ചിട്ട് ചിക്കൻ ഒന്ന് മൂടൂലേ, നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും, കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം. പിന്നെ ഗ്രേവി നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. തിരിച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ അധികം ഗ്രേവി ഉണ്ടല്ലോ, റൈസിനാകുമ്പോൾ നമുക്ക് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക ഗ്രേവി. അത് നിങ്ങളുടെ പാകത്തിന് ഇപ്പോൾ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കുക. ഇതിങ്ങനെ തിളക്കുന്ന സമയത്ത് തന്നെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഫുൾ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിറച്ച് കൊടുക്കാം. അത് വേറൊരു റെസിപ്പി ആട്ടോ, അത് പിന്നെ ഞാൻ ചെയ്യാം. അപ്പം ആ ഒരു കുക്കറിലിട്ട് വേവിച്ചതുകൊണ്ടും നല്ല ഫ്രൈ ചെയ്തതുകൊണ്ടും അടിപൊളിയായിട്ട് വെന്ത് കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. കുക്കറിലിട്ടുകൊണ്ട് തന്നെ നല്ല കുക്കായിട്ടുണ്ടാവും. ഫ്രൈ ചെയ്തതുകൊണ്ട് ആ ഒരു ടേസ്റ്റും പിന്നെ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ പൊളി തന്നെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഗ്രേവിയും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് റൈസിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. താങ്ക്